ടുഡേ ഐ എം ഗോയിങ് ടു ഷോ പനീർ ബട്ടർ മസാല. ഇതിലെന്താ ന്യൂ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബിക്കോസ് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് പനീർ ബട്ടർ മസാല. പക്ഷെ ഞാനിതിൽ ആഡ് ചെയ്യണ ഒരു ഇൻഗ്രീഡിയൻറ്റ് അത് സാധാരണ നമ്മൾ ആഡ് ചെയ്യാറില്ല. അപ്പം കണ്ടു നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് എനി ഓയിൽ യു ക്യാൻ ആഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി പറയാം. ഞാൻ 200 grams ഓഫ് പനീറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 2 മീഡിയം സൈസ് സവോള, 2 മീഡിയം സൈസ് തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത് നന്നായിട്ട് വഴറ്റണം. എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. കൂടെ നമ്മൾ സാധാരണ ആഡ് ചെയ്യാത്തതാണ്, പക്ഷേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നതും അതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് കറിവേപ്പില, നന്നായിട്ടൊരു കൈപ്പിടി കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ മീൻ വൈൽ ഞാൻ പനീർ ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. കാരണം ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു, അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ഒരു 100 grams ഓഫ് ബട്ടർ എടുത്തിട്ട് ബട്ടർ മെൽറ്റ് ആകുമ്പോൾ അതിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല, ഐ എം സോറി, മഞ്ഞപ്പൊടി ആൻഡ് മുളക് പൊടി ഇത് രണ്ടും ഇട്ടിട്ട് പൊടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൽ നമ്മൾ പനീർ ക്യൂബിക്കലായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് ഈ പനീർ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ സോർട്ട് ചെയ്ത് വരുമ്പോൾ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാട്ടോ. പക്ഷെ നമുക്കിപ്പോൾ ഇതിങ്ങനെ കഴിക്കാനല്ലല്ലോ, പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനല്ലേ. സോ ലെറ്റ്സ് ഗോ ഫർദർ. ഒരു 4-5 minutes നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കുക. സോർട്ട് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു മിക്സ് ചെയ്ത് പിന്നീട് നമ്മുടെ മസാലാസൊക്കെ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ആദ്യം ചില്ലി പൗഡറും ടേമറിക്കൊക്കെ ആഡ് ചെയ്തത് ആ പനീറിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്ത പേസ്റ്റിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, ഇത് മൂന്നും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, ചിലർക്ക് ഒരുപാട് സ്പൈസി ആയിട്ട് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഈ പൗഡർ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു ടൈറ്റ് കൺസിസ്റ്റൻസിയാണ്. നമുക്ക് ശരിക്കും സെർവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പനീർ ബട്ടർ മസാല ഈസ് റെഡി. ഒരു 2-3 മിനിറ്റ് ഒന്ന് ബോയിൽ ആവട്ടെ. നമ്മൾ കുറച്ച് എക്സ്ട്രാ വാട്ടറൊക്കെ ആഡ് ചെയ്തതല്ലേ, അപ്പം നന്നായിട്ടൊന്ന് ബോയിലായ ശേഷം നമുക്ക് കസൂരി മേത്തി ആഡ് ചെയ്യാം. ക്രീം വേണ്ടവർക്ക് എക്സ്ട്രാ ക്രീമും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ക്രീം ആഡ് ചെയ്യണില്ല, ഓൺലി കസൂരി മേത്തി. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പനീർ ബട്ടർ മസാലയിൽ ഞാൻ മല്ലിയില ഉപയോഗിച്ചിട്ടേ ഇല്ല, കറിവേപ്പിലയാണ് ഉപയോഗിച്ചത്. ടേസ്റ്റിൽ സൂപ്പർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ.